നോർമൽ മന്തിയൊക്കെ ഉണ്ടാക്കി ഇനി നമുക്കൊരു അടിപൊളി ഷവായ മന്തി ഉണ്ടാക്കിയാലോ? നല്ല മസാലയൊക്കെ കൂട്ടിയിട്ടാണ് മന്തി കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു അടിപൊളി മസാല ഉണ്ടാക്കണം. മിക്സിന്റെ ജാറിലേക്ക് 2 ഉള്ളിയും 2 തക്കാളിയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും വെളുത്തുള്ളിയും പിന്നെ എന്താ കുറച്ച് വറ്റൽ മുളക് വെള്ളത്തിൽ പൊതിർത്തിയിട്ടതും കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മന്തി മസാലയും പിന്നെ കുറച്ച് വിനീഗറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക. അതിന്റെ അകത്തേക്ക് ഞാനിതാ മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ അങ്ങോട്ട് കിടത്തി വെച്ചിട്ട് ഈ മസാല അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതുപോലെ തന്നെ അരിയും പൊതിർത്തിടണം. എന്നിട്ട് നമുക്ക് വേഗം റൈസ് ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. കുക്കറിന്റെ അകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ആ മസാലയോട് കൂടി ആദ്യം തന്നെ നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒരു വിസിലാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ആ ചിക്കനെ മെല്ലെ എടുത്തിട്ട് ഓരോന്നെടുത്തിട്ട് നല്ല ഓയിലിലേക്കോ വെളിച്ചെണ്ണയിലേക്കോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് 2 ഭാഗം ചെറിയ രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ആ ചിക്കനൊക്കെ വെച്ച് നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു മസാല ഉണ്ടാവില്ലേ, അതിനൊന്നായിട്ട് തിക്കാക്കി എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഞാൻ ജസ്റ്റ് ഒഴിച്ചെന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അങ്ങോട്ട് സെറ്റ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി ഷവായ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുള്ളൂ, നല്ല മസാലയാണ് കേട്ടോ. ഇനി നമുക്ക് വേഗം റൈസിന്റെ പരിപാടിയും കൂടെ നോക്കാം. ക്യാപ്സിക്കവും ഉള്ളിയും എല്ലാം നല്ല ഓയിലിൽ വാട്ടിയെടുത്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും മന്തിന്റെ മസാലയും ഒക്കെ കൂടെ ഇട്ടിട്ട് നമ്മുടെ റൈസ് അങ്ങോട്ട് സെറ്റ് ആക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ മസാലയും കൂടെ ഒഴിച്ച് ചിക്കന് നിരത്തി വെച്ച് ഒരു 4-5 പച്ചമുളകും കൂടെ കുത്തി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പുകച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ എന്റെ സാറേ നല്ല അടിപൊളി ഷവായ മന്തി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ നോർമൽ മന്തിയൊക്കെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിന്റെ കൂടെ നല്ല ചമ്മന്തി മയോണൈസ് ഒക്കെ കൂട്ടി കഴിച്ച ഏട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അടിപൊളിയായി.